ഹലോ, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷങ്ങൾ? വീഡിയോസിൽ കാണുന്നത് ബേബി പെണ്ണോ അമ്പിളിയാണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഉണ്ടത് നമ്മൾ ജ്യേഷ്ഠൻ്റെ വീടും മക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടോ. ഓക്കെ, അപ്പോൾ ഗേസ്, ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ്. ആലുവ, എറണാകുളം. ആലുവയിൽ എയർപോർട്ടിൻ്റെ ഒരു 5 കിലോമീറ്ററിൻ്റെ പരിധിയിലുള്ളൊരു സ്ഥലത്താണ് ഈ വീടുള്ളത്. വീടിൻ്റെ അവിടെ നിന്ന് 5 കിലോമീറ്റർ പോയ എയർപോർട്ട് എത്തും. പിന്നെ ലുലു മാൾക്ക് ഇവിടെ നിന്ന് 10 കിലോമീറ്ററിന് മുകളിൽ എന്തുള്ളൂ. അപ്പോൾ രണ്ടിനും കൂടെ ഇടയിൽ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ വീട്. അപ്പോൾ ജ്യേഷ്ഠനും മക്കളും 3 മക്കളും ഇവിടെയാണ് താമസം. മോളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അവൾ സ്വന്തമായിട്ട് വേറെ വീടൊക്കെ ആയിട്ട് അവരവിടെയാണ്. ഭർത്താവും ഒരു മോനൊക്കെ ആയിട്ട്. വലിയ മകൻ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്. ചെറിയ മകന് കല്യാണം നോക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് 29 വയസ്സ് കഴിഞ്ഞു. അനുയോജ്യമായ പിള്ളേരെ നമ്മൾ കിട്ടിയാൽ കെട്ടിക്കുന്നതായിരിക്കും. അവർക്ക് ടൂർ പാക്കേജ് ട്രാവൽസിൻ്റെ പരിപാടിയാണ്. ഇതാണ് നമ്മളെ ജ്യേഷ്ഠൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വൈകിട്ട് 7:30 ശേഷമാണ് ഇവിടെ ആലുവയിൽ ഇറങ്ങിയത്. 7:00 ശേഷമാണ് ഇവിടെ ഇറങ്ങിയത്. നല്ല ഹൈവേ റോഡാട്ടോ ഫ്രണ്ടിൽ കൂടെ പോണത്. കറക്റ്റ് റോഡിൻ്റെ ഫ്രണ്ടേജാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന റോഡിലേക്കാണ്. ഇതുപോലെ സെറ്റപ്പ് സ്ഥലം കേട്ടോ. കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. അപ്പോളേ ഞങ്ങൾ പെരുന്നാൾ ആഘോഷം ഇങ്ങോട്ട് മാറ്റിയതാട്ടോ. മൊത്തത്തിൽ അവിടുന്ന് പരിപാടി നാട്ടിലത്തെ ക്യാൻസലാക്കിയിട്ട് നേരെ ആലുവ വന്ന് ജ്യേഷ്ഠനും മക്കളൊക്കെ ഒത്തായിട്ട് പെരുന്നാൾ ആഘോഷം വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു പരിപാടിയാണ്. ഒത്തിരി വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പെരുന്നാളിനൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇടുക്കിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇടുക്കിയിൽ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്നൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് പെരുന്നാൾ ഒരുമിച്ച് കൂടിയിരുന്നത്. പിന്നീട് ഒരിക്കലും നമുക്കത് സാധിച്ചിട്ടില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അൽഹംദുലില്ലാഹ് അതിന് സാധിച്ചു. ജ്യേഷ്ഠനും ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. ഞങ്ങളത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്തായാലും അതിന് സാധിച്ചു. ബേബി ഉണ്ട്, ബേബിൻ്റെ ഉമ്മ ഉണ്ട്, കൊച്ചുണ്ട്, ഞാൻ പെണ്ണു. ഞങ്ങൾ 5 പേരാണ് വന്ന് ട്രെയിനിന് പോന്നു. സുന്ദരമായിട്ട് ഇവിടെ ഇറങ്ങി. അൽഹംദുലില്ലാഹ് വളരെ റാഹത്ത്. അപ്പോൾ മക്കളെ, നമ്മളെ ജ്യേഷ്ഠൻ്റെ ചിന്നമോൻ. അപ്പോൾ മുത്തുമണിയാളെ, ചേട്ടനോട് ചെന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രാവിലെ ചായ കുടിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ജ്യേഷ്ഠനുണ്ട്, മോളുണ്ട്, മുത്തച്ഛിയുണ്ട്, പിന്നെ ചിന്നമോനുണ്ട്, മരുമകനുണ്ട്. ഞങ്ങളെല്ലാവരും ജോളിയായിട്ട് സംസാരിച്ച് രാവിലെ ബീഫും പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേസ് പുട്ടുണ്ട്. അപ്പോൾ അവനെ ഇപ്പം തന്നെ വീഡിയോയിൽ പിടിച്ചിട്ടാലേ നല്ല പൊറോട്ട നമ്മളെ കൂട്ടത്തിൽ ചേരണമെങ്കിൽ ഇപ്പോഴേ കിട്ടുള്ളൂ. ഇത് മരുമകൻ. പക്ഷെ മരുമകനല്ല കേട്ടോ, വീട്ടിൽ മോനാണ്. മൂത്ത മോൻ. ഇവന് ഇളയ മോൻ. ഇതിനിടയ്ക്ക് ഒരാൾ കിടപ്പുണ്ട്. ആള് ഇപ്പം റെഡി ആയില്ല. ഇതിനിടയ്ക്ക് കിട്ടുമോ നോക്കാം. കിട്ടിയാൽ പിടിക്കാം. ഇതാണ് നമ്മുടെ കാരണം ഒരു കാക്ക റെഡിയാകും. അത് നമ്മളെ ഏടത്തിയമ്മ, മൂത്തച്ചി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേസ് വിശേഷങ്ങൾ ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾ വഴിക്ക് പോകാറിങ്ങാണ്. എവിടെ പോകണേ നമ്മളത്? ആലപ്പി ഹൗസ് ബോട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താ പറയുക, ഇവനെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ടാണ് ഇവനെ ഇപ്പം ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കേട്ടോ. അപ്പോൾ നമ്മൾ കരുവാരുണ്ടെന്ന് കൊടുക്കുന്ന ബീഫും പുട്ടും അടിക്കുകയാണ് ആള്. എടാ എങ്ങനെയുണ്ട് ബീഫ്? പൊളി. കരുവാരൻ്റെ ബീഫ് വേറെയാണ്. പുന്നക്കാട് അല്ലേ അബിയ? അടിപൊളി, മാഷാ അല്ലാഹ്. അപ്പോൾ കേസ് അങ്ങനെ ചായ കുടി കഴിഞ്ഞു. ചിന്നമോൻ പോകാനുള്ള പരിപാടിയാണ്. മറ്റേത് പേരക്കുട്ടിയാട്ടോ. അപ്പോൾ അവനവൻ്റെ താറുമായിട്ട് പോവാണ്. ഓഫീസിൽ പോവാട്ടോ. ടൂർ പാക്കേജ് ട്രാവൽസിൻ്റെ ആലുവയിലുള്ളൊരു ഓഫീസുണ്ട് അവർക്ക്. അതിലേക്ക് അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ്. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിട്ട് പോകുന്നുണ്ട് മക്കൾ. പിന്നെ അവൻ്റെ ജ്യേഷ്ഠനൊരാളുണ്ട്. അവന് ഞാനിതാ ഇപ്പം ഇതിൽ പിടിച്ചിടും കേട്ടോ.
അവൻ കൂട്ടത്തിൽ കിട്ടില്ലായിരുന്നു. അവൻ്റെ ഒരു ചെറിയ കട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ ചങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നേരത്തെ വീഡിയോയിൽ കാണിക്കാത്ത ജ്യേഷ്ഠൻ്റെ മൂത്ത മോനാണ് ഇവൻ. ഇവൻ കല്യാണം കഴിച്ചൊരു കൊച്ചുണ്ട്. മോളും ഭാര്യയും ഇപ്പോൾ വീട്ടിൽ ഇല്ല, അവർ വിരുന്ന് പോയേക്കുവാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അവരെ കാണാൻ യോഗം ഉണ്ടായില്ല. എന്തായാലും അൽഹംദുലില്ലാഹ് വളരെ റാഹത്ത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.